പാപ്പി ജാക്കറ്റ് ഒക്കെ ആയിട്ട് എവിടെ പോവാ? ഞാൻ സൈക്കിൾ പോവാപ്പാ. അതിനെന്തിനാ ജാക്കറ്റ്? അവിടെ നല്ല തണുപ്പാ. 7 degrees Celsius throughout the whole year. ആണോ? ആ ഓക്കെ. എവിടാ ശരിക്കും കുഞ്ഞു പോകുന്നേ? കേവില്. കേവിലോ? ആ ഓക്കെ. എന്നാ പിന്നെ നമുക്ക് അവരോട് പറയാം ആ കേവിനെ പറ്റിയുള്ള കാര്യങ്ങൾ. വെൽക്കം ടു ഹുഡീസ് ലൈഫ്. ഹലോ ഗൈസ്, പാപ്പി പറഞ്ഞ പോലെ നമ്മൾ ഇന്നൊരു കേവ് ആണ് കാണാൻ പോകുന്നത്. സ്റ്റംക്രോസ് കാവേൺസ് എന്ന് പറയുന്ന നോർത്ത് യോർക്ക്ഷയറിലുള്ള ഒരു സൂപ്പർ കേവ് ആണ് ഗൈസ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. അവിടെ ഒരു പ്രാവശ്യമെങ്കിലും പോവുകയാണെങ്കിൽ നന്നായിരിക്കും. ചെറിയ കുട്ടികൾക്കും വലിയവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു അഡ്വഞ്ചറസ് കേവ് ആണിത്. നമ്മുടെ നാട്ടിൽ നമ്മൾ കേവ്സും ഗുഹകളൊക്കെ ഒത്തിരി കണ്ടിട്ടുണ്ട്, പക്ഷേ ഇത് അതേപോലെയല്ല. ഇതൊരു ലൈം സ്റ്റോൺ കേവ് ആണ് ഗൈസ്. ഒരിക്കലെങ്കിലും അവിടെ പോകുന്നത് വളരെ നന്നായിരിക്കും. പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ like, share and subscribe. Comment below which part of the cave is your favorite. ഓക്കെ, then see you there. See you there, guys. കേവിൻ്റെ എൻട്രൻസിൽ തന്നെ നമുക്ക് പാർക്കിംഗ് സ്പേസ് അവൈലബിൾ ആണ്. അത് ഫ്രീ പാർക്കിംഗ് ആണ്, നമുക്ക് പൈസ ഒന്നും കൊടുക്കണ്ട. എൻട്രൻസ് കയറി കഴിഞ്ഞാൽ നമുക്ക് ടിക്കറ്റ് എടുക്കാം. ഓൺലൈൻ ടിക്കറ്റ് എടുക്കാം, അല്ലെങ്കിൽ ഇവിടെ വന്നിട്ട് നമുക്ക് ടിക്കറ്റ് എടുക്കാം. അവിടെ കുറേ സ്റ്റോൺസ് ഒക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടുന്ന് ആവശ്യമുള്ളവർക്ക് നല്ല സ്റ്റോൺസ് വാങ്ങിക്കാൻ പറ്റും. അതുകൂടാതെ ഇവിടെ ഒരു നല്ല കഫേ ഉണ്ട്. ഈ കേവ് ശരിക്കും ഡിസ്കവറി ചെയ്തത് 1860s വില്യം ആൻഡ് മാർക്ക് എന്ന് പറയുന്ന രണ്ട് ബ്രദേഴ്സാണ് ഡിസ്കവർ ചെയ്തത്. പക്ഷേ 1920s ഇത് പബ്ലിക്കിന് ഓപ്പൺ ചെയ്ത് കൊടുത്തത്. ഇത് ഏകദേശം 6 kilometers ഉണ്ട് ഈ ടോട്ടൽ ഈ കേവ്. ബട്ട് അതിൽ നമുക്കൊരു 800 meters മാത്രമേ ഓപ്പൺ ചെയ്ത് തന്നിട്ടുള്ളൂ. ഒരു 68 സ്റ്റെപ്സ് നേരെ കുത്തനെ ഉണ്ട്. അത് നമ്മൾ വളരെ കെയർഫുള്ളായിട്ട് ഇറങ്ങണം. ഈ കേവിൻ്റെ പല ഭാഗങ്ങളും വളരെ ഇടുങ്ങിയതാണ്. അവർ നമുക്കൊരു ഹെൽമെറ്റ് തരും. ആ ഹെൽമെറ്റ് നമ്മൾ എപ്പോഴും വെയർ ചെയ്യണം, അതെടുത്ത് മാറ്റരുത്. അതുപോലെ തന്നെ പെറ്റ്സ്, ബാക്ക് പാക്ക്, വീൽ ചെയർസ് ഒന്നും അലൗഡ് അല്ല. പക്ഷേ ഫ്രണ്ട് ബാഗ് അലൗഡാണ്. ഇത് കൂടാതെ എൻട്രൻസിൻ്റെ അവിടെ നിന്ന് നമുക്ക് കുറച്ച് ടോർച്ചുകൾ കിട്ടും. അപ്പോൾ ആ ടോർച്ച് നമ്മൾ ക്യാരി ചെയ്യണം, കാരണം നമുക്ക് ഇതിൻ്റെ അകത്ത് ഫുള്ള് ഇരുട്ടാണ്. അപ്പോൾ ആ ടോർച്ച് വെച്ച് അടിച്ചാലേ നമുക്ക് ആ ലൈം സ്റ്റോണിൻ്റെ ആ ഒരു കളറും ഒക്കെ നമുക്ക് മനസ്സിലാവത്തുള്ളൂ. ഞാൻ ഫസ്റ്റ് ടൈമിലാണ് ഇങ്ങനെ ഒരു കേവിൽ കയറുന്നത്. അപ്പോൾ ആ ടോർച്ചിൻ്റെ ലൈറ്റിൽ ആ ഒരു നല്ല റിഫ്ലക്ഷൻസ് നമുക്ക് കിട്ടുന്നുണ്ട്. നല്ല ഭംഗിയാണത് കാണാൻ, നല്ല രസമായിരുന്നു. ഓരോ പാട്ടിൽ നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഏകദേശം 5 ലക്ഷം വർഷം പഴക്കമുള്ളതാണ് ഈ ഗുഹയ്ക്ക്. ഇതൊരു ഓഷനായിരുന്നു പണ്ട്. അത് ഓഷനൊക്കെ മാറി ഒരു ഗുഹ പോലെ ഫോം ചെയ്തതാണ്. അത് 1860s ഇത് ഫസ്റ്റായിട്ട് കണ്ടുപിടിക്കുന്നത്. അതിൽ 6 കിലോമീറ്ററോളം ഇതിന് നീളമുണ്ട്. അതിൽ നമ്മളിപ്പം ഈ ടൂറിസ്റ്റുകൾക്ക് വേണ്ടി തുറന്നു കൊടുത്തേക്കുന്ന വെറും 800 മീറ്റർ മാത്രമാണ്. അപ്പോൾ അതിലൂടെ പോകാമെന്ന് പറഞ്ഞാൽ ഭയങ്കര പാടാണ്. നമുക്ക് ഓരോ സ്ഥലങ്ങളിൽ എത്തുമ്പം കാണാം വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള കളേഴ്സൊക്കെ കൊടുത്ത് നല്ല ഭംഗിയാണ് ഓരോന്നും കാണാൻ വേണ്ടി. ഇതെല്ലാം നാച്ചുറലായിട്ട് ഫോം ചെയ്തതാണ്, ഒന്നും ആർട്ടിഫിഷ്യൽ അല്ല, എല്ലാം നാച്ചുറലായിട്ട് ഫോം ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് തന്നെ അതുവഴി പോകുന്നത് വളരെ പാടാണ്. പല സ്ഥലങ്ങളും നമ്മൾ വളരെ ബുദ്ധിമുട്ടിയാണ് അതിലൂടെ പാസ് ചെയ്യുന്നത്. പക്ഷേ അതിന് ഒരു വെർത്തുണ്ട്. നമുക്കവിടെ കാണാൻ പറ്റുമെന്ന് പറഞ്ഞാൽ വളരെ ബ്യൂട്ടിഫുള്ളായിട്ടുള്ള സ്റ്റോൺസും ആ ഒരു ലൈം സ്റ്റോൺസിൻ്റെ ഒരു ഭംഗി, അത്രയും ഭംഗിയുള്ള ലൈം സ്റ്റോൺസ് ഞാൻ ലൈഫിൽ ആദ്യമായിട്ടാണ് കാണുന്നത്. പാപ്പിക്ക് പിന്നെ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. അവൾക്ക് അവളുടെ ഹൈറ്റ് അനുസരിച്ചായതുകൊണ്ട് എല്ലാം തന്നെ അവൾക്ക് കണ്ട് വളരെ കാമായിട്ട് കൂളായിട്ട് നടക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. പക്ഷേ എങ്കിലും ഫ്ലോർ കുറച്ച് സ്ലിപ്പറിയാണ്, നമ്മൾ ഇച്ചിരി ഒന്ന് സൂക്ഷിച്ച് പോകണം. ഇതിൻ്റെ അകത്ത് നമുക്ക് ഓഡിയോ റെക്കോർഡ് ചെയ്യാൻ സാധിച്ചിരുന്നില്ല, കാരണം നമ്മൾ സംസാരിക്കുന്നതൊക്കെ ഭയങ്കര എക്കോ ആയിട്ട് കേൾക്കുന്നുണ്ടായിരുന്നു. സോ നമുക്ക് ഓഡിയോ റെക്കോർഡ് ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ടാണ് പിന്നെ ഞാനൊരു വോയിസ് ഓവർ കൊടുക്കാമെന്ന് വിചാരിച്ചത്. മുന്നോട്ട് പോകും തോറും പല സ്ഥലങ്ങളിലും ഇതിൻ്റെ കേവിൻ്റെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ വളരെ കുറവാണ്. അപ്പോൾ നമുക്ക് പാസ് ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടാണ് ഇവർ നമുക്ക് ഹെൽമെറ്റൊക്കെ തരുന്നത്, കാരണം നമ്മുടെ തല മുകളിലൊന്നും ഇടിക്കാതിരിക്കാൻ വേണ്ടിയാണ്. അപ്പം കുട്ടികൾക്കും ഹെൽമെറ്റ് കൊടുക്കുന്നുണ്ട്. അപ്പം അവർ അത് നിർബന്ധമായിട്ട് വെക്കണം, കാരണം പലവട്ടം ഞങ്ങളുടെ തലയൊക്കെ അതിൽ മുട്ടിയിട്ടുണ്ടായിരുന്നു. സോ വളരെ സൂക്ഷിച്ച് പോവുക അതിനകത്തൂടെ. പക്ഷേ പോകുന്ന വഴിക്ക് നമ്മൾ ഒരു കാര്യങ്ങളും മിസ് ചെയ്യരുത്, കാരണം ഒത്തിരി ഭംഗിയുള്ള കാര്യങ്ങൾ അവിടെ ഉണ്ട്. എനിക്ക് ഏറ്റവും കൂടുതൽ പേഴ്സണലി ഇഷ്ടപ്പെട്ട കേവിൻ്റെ ഈ ഭാഗത്ത് എത്തിയപ്പോഴാണ്. കാരണം വളരെ ബ്യൂട്ടിഫുൾ ആയിരുന്നു ഇവിടെ കാണാൻ. ആ ഒരു കളറും
ആ ഒരു ലൈം സ്റ്റോണിൻ്റെ ഒരു ഇതൊക്കെ കാണുമ്പോഴത്തേക്കും നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. അവരതെല്ലാം പ്രൊട്ടക്റ്റ് ചെയ്തിട്ടുണ്ട് ഒരു ഗ്രില്ല് വെച്ച്. എങ്കിൽ പോലും നമുക്ക് ഇപ്പുറത്ത് നിന്ന് കാണാൻ നല്ല ഭംഗിയാണ്. അധികം നമുക്ക് ദൂരോട്ട് പോകാൻ പറ്റത്തില്ല, പക്ഷേ ആ ഒരു ഗ്രില്ലിൻ്റെ അവിടെ നിന്ന് നമുക്ക് നോക്കാൻ പറ്റും. അപ്പം ഇതുപോലെയാണ് കാണുന്നത്. നല്ല ബ്യൂട്ടിഫുള്ളാണ് അത് കാണാൻ. ഇതിൻ്റെ ചില സ്ഥലം എത്തുമ്പോൾ നമുക്ക് ചെറുതായിട്ടൊരു പേടിക്കുന്ന പോലെയൊക്കെ തോന്നും, ഒരു സ്കെയറി ഫീലൊക്കെ കിട്ടും. ഏകദേശം ഞങ്ങളൊരു 50 മിനിറ്റോളം കേവിൻ്റെ അകത്ത് സ്പെൻഡ് ചെയ്തു. എന്നിട്ട് ഞങ്ങൾ പതിയെ തിരിച്ച് നടക്കുകയാണ്. ഇനി ഇത്രയും ദൂരം തന്നെ നമുക്ക് തിരിച്ച് നടക്കണം. എന്തായാലും ഞങ്ങൾക്ക് കേവ് ഇഷ്ടപ്പെട്ടു. അപ്പോൾ നിങ്ങൾക്ക് കേവ് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, ഞങ്ങളുടെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ ഗായ്സ്.